ഒത്തുചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, ആദർശ ബന്ധുക്കളെ, സഹോദരി സഹോദരന്മാരെ, ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ആഴ്ചകൾ തോറും നടത്തുന്ന ഒരു വിജ്ഞാന സദസ്സിലാണ് നമ്മളൊക്കെ സന്നിഹിതരായിട്ടുള്ളത്. അള്ളാഹു ഈ സദസ്സിനെയും ഇവിടെ നടക്കുന്ന സകല സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുത്തൻ ആചാരങ്ങൾ അഥവാ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ള ബിദ്അത്തുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഒരല്പസമയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനും അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ അത് സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കുവാനുമൊക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമുക്കറിയാം, സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അപരിചിതത്വ ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ എന്ന ആ ഒരു ഹദീസിൻ്റെ അർത്ഥത്തെ, ആശയത്തെ അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിച്ചു. അപരിചിതമായി തുടങ്ങിയ മതം അത് വീണ്ടും അപരിചിതത്തിലേക്ക് മടങ്ങിപ്പോകും. ആ സമയത്ത് യഥാർത്ഥ മതത്തെ പുൽകിയവർക്ക്, ഉൾക്കൊണ്ടവർക്ക് മംഗളങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ദീനിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ദീനിലെ കർമ്മങ്ങളുടെ, പ്രവർത്തനങ്ങളുടെ, വിശ്വാസങ്ങളുടെ അടിസ്ഥാനം സൂറത്ത് ഹശ്റിലൂടെ അല്ലാഹ് പറയാണ്, വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അതാണ് ഏറ്റവും അടിസ്ഥാനം. അതായത് എന്തൊക്കെയാണോ അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്നത്, ദീനായി പഠിപ്പിച്ചത്, അതിനെ നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. എന്നാൽ അള്ളാഹിൻ്റെ റസൂല് നിരോധിച്ച, ദീനായി പഠിപ്പിക്കാത്ത, ദീനല്ല എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, അതിനെ നിങ്ങൾ നിരോധിക്കുക, ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന
ഓരോ കർമ്മങ്ങളെയും ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. സൂറത്തുൻ നൂറിലെ ഒരായത്തിലൂടെ അള്ളാഹു പറയുകയാണ്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. ഫൽയഹ്ദർ, സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ്. എന്താണ് അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി? അള്ളാൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ ആ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും, അവരെ ബാധിക്കുന്നത്, അവർക്ക് ഏൽക്കുന്നത് അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്താണ്? ഫിത്ന, ഒരു ഫിത്ന അവരെ ഏൽക്കുന്നത്. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവർക്ക് വന്നു ഭവിക്കുന്നതിനെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന്. അപ്പം അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്ക്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക്, അദ്ദേഹം പഠിപ്പിച്ചതിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവർ വലിയ ശിക്ഷകളെയും വേദനാജനകമായ ശിക്ഷകളെയും അതുപോലെ തന്നെ വലിയ വലിയ ഫിത്നകളെയും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർക്ക് വന്നു ഭവിക്കുന്നതിനെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു തആല നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത്തരം വലിയ വേദനാജനകമായ ശിക്ഷകൾ നമുക്ക് അകപ്പെടാതിരിക്കാൻ, അത്തരം വലിയ ഫിത്നകൾ നമ്മിൽ വന്നു ഭവിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾക്ക് വിപരീതം പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു പറയുകയാണ്, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. എന്താണ്? ലഖദ് കാന ലക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്, ഫി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതനിൽ, ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉസ്വത്തുൻ ഹസന, ഒരു നല്ല ചര്യ, പിന്തുടരപ്പെടേണ്ട ഒരു നല്ല ചര്യ നിങ്ങൾക്കുണ്ട്. ലിമൻ ഖാൻ, ആർക്കാണത്? ലിമൻ ഖാന യർജുല്ലാഹ, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവർക്ക്, വൽ യൗമൽ ആഖിറ, പരലോകത്ത് നല്ല രീതിയിൽ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്, ഉത്തമമായ ചര്യയുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. വദക്കറല്ലാഹ കസീറ, അവർ അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യട്ടെ. മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. വസ്സാബിഖൂനൽ അവ്വലൂൻ, മുൻകടന്നുപോയ മുൻഗാമികളായ ആളുകൾ, മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്നവർ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരുടെ നന്മയിൽ അവരെ പിന്തുടർന്നവർ, അവർക്കുള്ള സർട്ടിഫിക്കറ്റ് എന്താ? റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വറളൂ അൻഹു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർക്ക് വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളുള്ള തോട്ടങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ഖാലിദീന ഫീഹ, അവർ അതിൽ ശാശ്വതരായിരിക്കും. ദാലികൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീന് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്തായ മുഹാജിരീങ്ങളും അൻസാറുകളും, മുൻകഴിഞ്ഞുപോയ മുൻഗാമികളായ മുഹാജിരീങ്ങൾ അൻസാറുകൾ, അവരെ നന്മയിൽ പിൻപറ്റിയവർക്കുള്ള വലിയ വലിയ വാഗ്ദാനങ്ങളാണ് അള്ളാഹു ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അദ്ദേഹത്തിൻ്റെ ചര്യയെ പിൻപറ്റുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പിന്തുടർന്ന് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്.
എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ആ ഹിജ്ജത്തുൽ വിദാഇൽ വെച്ച് പ്രഖ്യാപിച്ചല്ലോ, സൂറത്തു മാഇദയിൽ വന്ന ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, ഈ ദീനാകുന്ന ഇസ്ലാമാകുന്ന ഈ നിഅമത്തിനെ നിങ്ങൾക്ക് ഇവിടെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായിട്ട് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന്. അപ്പോൾ അവിടെ ഇസ്ലാം പൂർണ്ണമായി. ആ ഹിജ്ജത്തുൽ വിദാഇൽ നബിയുടെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ ആ സമയത്തോടു കൂടി ഇസ്ലാം പൂർണ്ണമായി. ഏതൊക്കെ ഹലാല് ഏതൊക്കെ ഹറാമ് എന്നുള്ളത് അവിടെ വ്യക്തമായി, തീരുമാനമായി. ആ കാലം വരെ പഠിപ്പിച്ചത് മാത്രമേ ദീനിൽ പുണ്യകരമായിട്ടുണ്ടാവുള്ളൂ. ദീനിലേക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്ന് അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും അവിടെ പൂർണ്ണമായി പഠിപ്പിക്കപ്പെട്ടു. അതിനുശേഷം പുണ്യമാണെന്ന് ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതിനാണ് പിന്നീട് ബിദ്അത്ത് എന്ന് നമ്മൾ പറയുന്നത്. ദീനിൽ കൃത്യമായ തെളിവുകളില്ലാതെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയില്ലാതെ, അള്ളാഹിൻ്റെ റസൂല് ചെയ്യാത്ത, അദ്ദേഹം ചെയ്യാൻ പറയാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് സഹാബത്തിൽ ആരെങ്കിലും ചെയ്തിട്ട് അതിനെ അംഗീകരിക്കാത്ത ഏതൊക്കെ വിഷയങ്ങൾ അതിനുശേഷം പുണ്യമാണെന്ന് പഠിപ്പിക്കപ്പെട്ടാൽ പോലും അതിന് പുണ്യമില്ല, അത് അവരെ ദലാലത്തിലേക്ക് നയിക്കും എന്നാണ് നമുക്ക് ഇത്രയും നേരത്തെ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിദ്അത്ത് പൊതുവെ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ശറഈയായ ബിദ്അ, ഒന്ന് നമ്മളെ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ പല കണ്ടുപിടുത്തങ്ങളും പല കാര്യങ്ങളുമുണ്ട്, അതിന് വിരോധമില്ല. എന്നാൽ ദീനിൻ്റെ വിഷയത്തിൽ ഒരു സംഗതി പുതുതായി കൊണ്ടുവന്ന, റസൂലുള്ളാഹിക്ക് പരിചയമില്ലാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത, താബിഈങ്ങൾക്കും തബഉ താബിഈങ്ങൾക്കും പരിചയമില്ലാത്ത, അവരാരും പഠിപ്പിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ, ആ കാര്യം ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്, അതിലൂടെ ഇന്ന മഹത്വങ്ങൾ അതിലൂടെ ലഭിക്കാനുണ്ട്, ഇന്ന സ്വലാത്ത് ഇന്ന സമയത്ത് ചൊല്ലിയാൽ അതിന് പ്രത്യേകതയുണ്ട്, ഇന്ന ആഘോഷം ഇന്ന രൂപത്തിൽ ആചരിച്ചാൽ അതിന് പ്രത്യേകതയുണ്ട്, അതുപോലെ തന്നെ ഇന്ന ദിക്റുകൾ ഇന്ന സമയത്ത് നമസ്കാരത്തിന് മുമ്പ് അല്ലെങ്കിൽ ബാങ്കിന് മുമ്പ്, ഇങ്ങനെ റസൂലുള്ള പ്രത്യേകത കൽപ്പിക്കാത്ത, സഹാബത്തിനോ താബിഈങ്ങൾക്കോ തബഉ താബിഈങ്ങൾക്കോ പരിചയമില്ലാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ അത് ഹറാമാണ് എന്നുള്ളതാണ് അതാണ് ദീനിലെ ബിദ്അത്ത്. അതിൽ പല ഇനങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, അത് ഒരു അടിസ്ഥാനവുമില്ലാതെ പറ്റ പുതിയതായിട്ട് വരുന്നപ്പോൾ നമ്മൾ നബിദിനം പോലുള്ള ആഘോഷങ്ങൾ ഒരു അടിസ്ഥാനം ഇസ്ലാമിലില്ല. അതിനു മുമ്പ് ഒരൊരു മതത്തിൻ്റെ പേരിൽ ആചരിക്കപ്പെടാത്ത സംഗതിയാണ് നബിദിനാഘോഷം പോലുള്ള വിഷയങ്ങൾ. അതുപോലെ തന്നെ ആരാധനകൾ മുമ്പ് അസ്ലുണ്ടായിരിക്കാം, അതിൽ വർധനവ് നൽകുന്ന, ഇപ്പോൾ നമുക്കറിയാം നമസ്കാരത്തിലൊക്കെ റക്അത്തുകളുടെ എണ്ണം, അതുപോലെ തന്നെ പറയാത്ത രൂപത്തിലുള്ള നമസ്കാരങ്ങൾ, പറയാത്ത ദിക്റുകൾ, അങ്ങനെ അതിൽ വർധനവ് കാണിക്കൽ, അതുപോലെ തന്നെ ആരാധനകൾ അർപ്പിക്കുന്നതിൻ്റെ രൂപത്തിൽ വ്യത്യാസം കൽപ്പിക്കുന്ന രൂപങ്ങൾ. ഇപ്പം നമുക്കറിയാം, നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇജാബത്ത് നൽകും എന്ന് പറയപ്പെടുന്ന ഒരു ഇബാദത്താണ് നമ്മുടെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ. അതിനെ വേറെ രൂപത്തിലേക്ക്, റസൂലുള്ള പ്രത്യേകത കൽപ്പിക്കാത്ത ഒരു രൂപത്തിലേക്ക് കൂട്ടപ്രാർത്ഥന, യഥാർത്ഥത്തിൽ കൂട്ടപ്രാർത്ഥനയല്ല, ഇമാമ് പ്രാർത്ഥിക്കുന്നു, മഅ്മൂമിങ്ങൾ ആമയും പറയുന്നു. ശരിക്കും കൂട്ടപ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുന്നതിനാണ്. ആ ഒരു രീതിയിലേക്ക് അതിൻ്റെ രൂപവും ശൈലിയും മാറ്റുന്നത്, ആ രൂപത്തിലുള്ള ബിദ്അത്തുകളുണ്ട്. അതുപോലെ തന്നെ ചില പ്രത്യേക സമയങ്ങൾ, ചില പ്രത്യേക സന്ദർഭങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം എന്താ പറയുക, ഇസ്രാഇൻ്റെ നോമ്പ്, മിഅ്റാജിൻ്റെ നോൽമ്പ്, ഇങ്ങനെ റസൂലുള്ള
പ്രത്യേകത കൽപ്പിക്കാത്ത സമയങ്ങളിൽ ആ നോമ്പ് നോറ്റാൽ ഇന്ന രീതിയിലുള്ള പ്രതിഫലം, ഇന്ന രീതിയിലുള്ള മഹത്വങ്ങൾ, ഇങ്ങനെ പല രൂപത്തിൽ ആ ബിദ്അത്തുകൾ നമ്മിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ ഈ ബിദ്അത്ത് ചെയ്താൽ എന്താണ് അതിൻ്റെ വിധിയെന്ന് ഞാൻ പ്രസംഗം തുടങ്ങുമ്പോൾ അതിൻ്റെ ഹംദും സലാത്തൊക്കെ ചൊല്ലിയ സമയത്തിന് അതിൻ്റെ അവസാനത്തിൽ നിങ്ങൾ കേട്ടതാണല്ലോ. എന്താണ്? കുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്തിന്റെ വിധി എന്ന് പറഞ്ഞാൽ എല്ലാ ബിദ്അത്തും വഴികേടാണ്, അത് നിഷിദ്ധവുമാണ് എന്നാണ്. അള്ളാന്റെ റസൂല് പറയുകയാണ്, വമൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ് വകുല്ല ബിദ്അത്തിൻ ളലാല. എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? വമൻ യഇശ് മിൻകും ബഅദി, നിങ്ങളിൽ ആരെങ്കിലും എനിക്കു ശേഷം ജീവിക്കുന്നവരാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾക്ക് ധാരാളം ഇഖ്തിലാഫുകളെ, ഭിന്നാഭിപ്രായങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ അർ-റാഷിദീൻ, നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ സുന്നത്തിനെ, ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലൂ ബിഹന്നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് അതിനെ കടിച്ചു പിടിക്കണമെന്ന്. ഏതൊക്കെ തരത്തിലുള്ള ഇഖ്തിലാഫുകൾ, ഏതൊക്കെ തരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ എനിക്ക് ശേഷം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ആ സുന്നത്തനുസരിച്ച് ജീവിച്ച ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതിനെ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ് റസൂലുള്ള പറയുന്നത്. വ ഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണേ. എന്താണ്? വമുഹ്ദസാത്തുൽ ഉമൂർ, പുത്തൻ കാര്യങ്ങളെ, ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ്, സകല ബിദ്അത്തുകളും അത് ബിദ്അത്താണ്, വഴികേടാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, ആ മുഴുവൻ പുത്തൻ കാര്യങ്ങളും ബിദ്അത്ത് തന്നെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതായത് എല്ലാ ബിദ്അത്തും ലലാലത്താണ് എന്ന്. വകുല്ല ലലാലത്തിൻ ഫിന്നാർ, എല്ലാ ലലാലത്തുകളും അത് നരകത്തിലേക്ക് വഴി നടത്തും എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്താണ്? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദ്. ആരെങ്കിലും ഒരു കാര്യം ചെയ്തു, എന്താണ്? മൻ അമല അമിലൻ ലൈസ അലൈഹി അംറുന, എൻ്റെ കൽപ്പനകളിൽ പെടാത്ത, അള്ളാന്റെ റസൂല് കൽപ്പിക്കാത്ത, അള്ളാന്റെ റസൂല് കാണിച്ചു തരാത്ത ഒരു പ്രവർത്തനം ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന്. അതിന് എത്ര പോരിശ പറഞ്ഞാലും, എത്രത്തോളം ഫളിലുകൾ ആരൊക്കെ പറഞ്ഞാലും, അള്ളാന്റെ റസൂലിന്റെ മാതൃകയിലില്ലാത്ത, അള്ളാന്റെ റസൂല് പറയാത്ത, ചെയ്യാത്ത, അംഗീകരിക്കാത്ത ഒരു വിഷയമാണെങ്കിൽ അത് തള്ളിക്കളയണം. അതാണ് ബിദ്അത്ത്. ബിദ്അത്തിനെ പാടെ വർജിക്കണം എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിമിൽ വന്ന ഒരു ഹദീസിൽ അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുകയാണ്. എന്താണ്? മാ ബഅസല്ലാഹു മിനൻ നബിയ്യി ഇല്ലാ കാന ഹക്കൻ അലൈഹി അൻ യദുല്ല ഉമ്മതഹു അലാ ഖൈരിൻ മാ യഅലമുഹു. അള്ളാന്റെ റസൂലിന് അറിയാവുന്ന മുഴുവൻ നല്ല കാര്യങ്ങളിലേക്കും വഴി കാണിച്ചിട്ടല്ലാതെ അള്ളാഹു റസൂലിനെ അയച്ചിട്ടില്ല എന്ന്. എല്ലാ നന്മകളിലേക്കും, എല്ലാ നല്ല കാര്യങ്ങളിലേക്കും, പ്രതിഫലം ലഭിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലേക്കും വഴി കാണിച്ചിട്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചിട്ടില്ല. അതുപോലെ തന്നെ വയൻഹാഹും അൻ ശർരി മാ യഅലമുഹു ലഹും, തിന്മയായി വരുന്ന, മോശമായി വരുന്ന സകല കാര്യങ്ങളെയും വിലക്കിയിട്ടല്ലാതെ അള്ളാഹു അവൻ്റെ റസൂലിനെ അയച്ചിട്ടില്ല. നന്മയിലേക്ക് വഴി നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തിന്മയിലേക്ക് വഴി നടത്തുന്ന,
തിന്മയിൽ അകപ്പെടാൻ കാരണമാകുന്ന മുഴുവൻ കാര്യങ്ങളും ആ അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ വക എന്തിനാണ് അതിൽ കൂട്ടിച്ചേർക്കലുകൾ? എന്താണ് അതുകൊണ്ടുള്ള ഫായിദ? നമ്മുടെ അമലുകൾ നിഷ്ഫലമായി പോവും എന്നല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. സൂറത്തു നിസായിലൂടെ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. യാ അയ്യുഹല്ലദീന ആമനു, യേ വിശ്വാസികളെ, അതീഉല്ലാഹ വഅതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അവന്റെ ദൂതനെയും അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ കൈകാര്യകർത്തൃത്വം വഹിക്കുന്ന നിങ്ങളുടെ നേതൃത്വത്തെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി ദീനീപരമായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതിനെ നിങ്ങൾ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി, അതിനെ നിങ്ങൾ മടക്കേണ്ടത് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ് എന്ന്. അവിടെ നിങ്ങളുടെ നേതൃത്വത്തിലേക്ക് മടക്കാനോ, അവിടെ നിങ്ങളുടെ പണ്ഡിതന്മാരിലേക്ക് മടക്കാനോ, ഇന്ന ഇമാമിന്റെ കൗലിലേക്ക് അല്ലെങ്കിൽ ഇന്ന ഇമാമിന്റെ അഭിപ്രായത്തിലേക്ക് അങ്ങനെ മടക്കാനല്ല പറഞ്ഞത്. അവിടെ റസൂലിലെ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ കിതാബിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും മടക്കുക. അപ്പം നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ, ആചാരങ്ങൾ നന്മയാണെന്ന് പഠിപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഷയങ്ങൾ, ആ വിഷയത്തിൽ നാട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, വിവിധ സംഘടനകൾക്കിടയിൽ ഇത്തരം ചില പ്രവർത്തനങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം കാണുകയാണെങ്കിൽ നമ്മുടെ ബാധ്യത എന്താ? ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ എന്താണ് വന്നത്? അള്ളാഹുവിന്റെ റസൂല് എന്താണ് ആ വിഷയത്തിൽ പഠിപ്പിച്ചത്? ആ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിച്ച സഹാബത്ത് അത് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോ വിഷയവും സ്വീകരിക്കേണ്ടത് എന്നാണ്. സൂറത്ത് അന്നാമില് അല്ലാഹ് പറയുകയാണ്, വഇൻ തുതിഉ അക്സറ മൻ ഫിൽ അർളി യുളില്ലൂക അൻ സബീലില്ലാഹ്, നിങ്ങൾ ഈ ദുനിയാവില് ആരെയെങ്കിലും മറ്റ് അധിക ആളുകളെയും നിങ്ങൾ അനുസരിക്കുന്നത് അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന രീതിയിലാണ് എന്ന്. നമ്മൾ ഖുർആൻ വിട്ട് ഹദീസ് വിട്ട് ഇമാമുകളെ പിൻപറ്റുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് മദ്ഹബുകളെ പിൻപറ്റുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന സംഘടനയുടെ നേതാക്കന്മാർ അവർ ലലാലത്തിലേക്ക് വഴി നടത്തുമ്പോൾ അതിനെ പിൻപറ്റുമ്പോൾ, ഇങ്ങനെ ആളുകളെ പിൻപറ്റുമ്പോൾ പലപ്പോഴും അത് ലലാലത്തിലേക്ക് നമ്മെ വഴി നടത്തുമെന്നാണ്. ആര് പറഞ്ഞാലും അതിലെ ഖുർആനിനെയും സുന്നത്തിനെയും അവലംബമാക്കിക്കൊണ്ടല്ലാതെ നമ്മളതിനെ സ്വീകരിക്കേണ്ടതില്ല എന്നർത്ഥം. അല്ലാഹു തആല പറയുകയാണ്, ഫഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നീ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ വേണ്ടി അല്ലാഹ് കൽപ്പിക്കും, നിങ്ങൾ അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ പിൻപറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന്. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക എന്നുള്ളതാണ്. ഏതൊരു പ്രവർത്തനവും അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. ആയതിനാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സൂറത്തു നിസായിലൂടെ പറയുകയാണ്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജ
ഹറജൻ മിമ്മാ ഖളൈത് വയുസല്ലിമു തസ്ലീമ ഫലാ വറബ്ബിക്. അല്ലാഹു തന്നെയാണ് നിന്റെ നാഥൻ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, നിങ്ങളാരും വിശ്വസിക്കുന്നില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ വിധികർത്താവായി സ്വീകരിക്കുന്നിടത്തോളം കാലം നിങ്ങളാരും സ്വീകരിക്കാത്തിടത്തോളം കാലം നിങ്ങളാരും വിശ്വാസികളാകുകയില്ല എന്നു മാത്രമല്ല, സുമ്മലാ യജിദു ഫി അൻഫുസിഹിം ഹറജ, പിന്നെ അള്ളാഹിന്റെ റസൂല് വിധിച്ച ആ വിഷയത്തിൽ നമ്മുടെ മനസ്സിനെ അതിൽ പതറാതെ അതിൽ ഒരു പ്രയാസമുണ്ടാകാത്തിടത്തോളം കാലം നിങ്ങളാകും അത് അള്ളാഹുവിൻ്റെ റസൂലിനെ ഏതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസമുള്ളത് ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ വിധികർത്താവാക്കണം. ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിധിയെ ഒരു മനപ്രയാസവും കൂടാതെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊക്കെ വിശ്വാസിയാവുകയുള്ളൂ എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വയുസല്ലിമു തസ്ലീമ, ആ രീതിയിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തേണ്ടതുണ്ട് എന്നർത്ഥം. വഇയ്യാക്കും, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, വഇയ്യാക്കും വകസ്റത്തുൽ ഹദീസി അലയ്യ, നിങ്ങൾ സൂക്ഷിക്കണം എന്നെക്കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ധാരാളമായി പറയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫമൻ ഖാല അലയ്യ, ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഫല്യഖുൽ ഹഖ, നിങ്ങൾ സത്യം മാത്രം പറയുക എൻ്റെ മേൽ. ഔസിദക, സത്യം അല്ലെങ്കിൽ യഥാർത്ഥമായുള്ളത്, അതല്ലെങ്കിൽ സത്യം മാത്രമാവട്ടെ എന്നെക്കുറിച്ച് പറയേണ്ടത്. വമൻ തഖവ്വല അലയ്യ മാ ലം അഖുൽ, ആരെങ്കിലും ഞാൻ പറയാത്തതിനെ എൻ്റെ വാദമായി, ഞാൻ പറഞ്ഞതായി, ഞാൻ പഠിപ്പിച്ചതായി ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഫല്യതബവ്വഅ മഖ്അദഹു മിനന്നാർ, അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട വലിയൊരു വിഷയമാണ്. ഒരു കാര്യം കേട്ടാൽ കാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടാണ് നീട്ടി വിട്ട കാര്യമല്ല. കൃത്യമായി അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതാകണം, പഠിപ്പിച്ചതാകണം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ ഹക്കായത് മാത്രമേ പറയാവൂ, റസൂലുള്ള പഠിപ്പിച്ചത് മാത്രമേ പറയാവൂ. അതല്ലാത്തത് ആരെങ്കിലും റസൂലിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചു കഴിഞ്ഞാൽ അവൻ്റെ സീറ്റ് റിസർവ്ഡ് ആണ് എന്ന്, നരകത്തിൽ അവൻ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ ബിദ്അത്തിന്റെ അപകടങ്ങളെ കുറിച്ച് റസൂലുള്ള പറയണം, അന ഫതർതും അലൽ ഫറത്തും അലൽ ഹൗലി, ഹൗലുൽ കൗസറിന്റെ അടുക്കലേക്ക് അള്ളാഹിന്റെ റസൂല് ആണ് ആദ്യം എത്തുക. ഫമൻ വറദഹു ശരിബ മിൻഹു, ആരൊക്കെ ആ ഹൗലുൽ കൗസറിന്റെ അടുത്തെത്തിയോ അവരൊക്കെ അതിൽ നിന്ന് കുടിക്കും. വമൻ ശരിബ മിൻഹു ലം യൽമഅ ബഅദഹു അബദ, ആരൊക്കെ ആ ഹൗലുൽ കൗസറിൽ നിന്ന് പാനീയം കുടിച്ചുവോ അവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ലയരിദു അലയ്യ അഖ്വാമുൻ അഅരിഫുഹും വയഅരിഫൂനി, അങ്ങനെ എൻ്റെ മുന്നിൽ കാണിക്കപ്പെടും ഒരു വിഭാഗത്തെ, അവരെ ഞാൻ അറിയും, അവർക്ക് എന്നെയും അറിയും. സുമ്മ യുഹാലു ബൈനി വബൈനഹും, പിന്നെ അവർക്കും എനിക്കുമിടയിൽ ഒരു മറയിടപ്പെടും. അപ്പം അള്ളാഹിൻ്റെ റസൂല് പറയുമെന്നാ, ഇന്നഹും മിന്നി, അവരെന്നിൽപ്പെട്ടവരാണല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾക്കിടയിൽ ഒരു മറയിട്ടത്? അപ്പോൾ ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ ബദ്ദലു, നിനക്ക് ശേഷം മാ ബദ്ദലു ബഅദക്, നിനക്ക് ശേഷം നിന്റെ ദീനിൽ എന്തൊക്കെ മാറ്റിമറിച്ചു, എന്തൊക്കെ പുതിയത് ഉണ്ടാക്കി നിന്റെ പേരിൽ പറഞ്ഞു എന്നുള്ളത് നിനക്കറിയുകയില്ല. ഫഅഖൂലു, അപ്പോ അള്ളാഹിന്റെ റസൂല് പറയാണ്, ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, സുഹകൻ സുഹക, നാശം, ദൂരെ ദൂരെ മാറിപ്പോകൂ എന്ന്. ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ഞാൻ പഠിപ്പിച്ച മതത്തെ വികൃതമാക്കിയ മുഴുവൻ ആളുകളും മാറിപ്പോകൂ, നിങ്ങൾക്ക് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമെന്ന്. ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ വലിയ ആഗ്രഹമാണ്. ബിദ്അത്ത് ചെയ്താൽ അതിനു പോലും അവസരമുണ്ടാവില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നഹു ലൈസ ഷൈഉൻ, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് പറയാണ്, ഇന്നഹു ലൈസ ഷൈഉൻ യുഖർരിബുക്കും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുക്കും ബിഹി വലൈസ ഷൈഉൻ
യുഖർരിബുക്കും ഇലന്നാരി ഇല്ലാ ഖദ് നഹൈതകും അൻഹു. അല്ലാഹുവിന്റെ റസൂല് തീർച്ചയായിട്ടും അവൻ ലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും വിട്ടേച്ചു പോയിട്ടില്ല. ഇല്ലാ ഖദ് അമർതകും ബിഹി, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാതെ, നിങ്ങളോട് കൽപ്പിക്കാതെ. വലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലന്നാരി ഇല്ലാ ഖദ് നഹൈതുകും ബിഹി, അതുപോലെ തന്നെ നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു കാര്യവും അവൻ നിങ്ങൾക്ക് വിരോധിക്കാതെ വിട്ടുപോയിട്ടില്ല എന്ന്. മറ്റൊരു റിപ്പോർട്ടിൽ മാമിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്നതി ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി വമാമിൻ ഷൈഇൻ യുബ്ഇദുകും മിനൻ നാരി ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി എന്നുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അതായത് സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന പുണ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന, അല്ലെങ്കിൽ നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വിരോധിച്ചു തന്നിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അല്ലേ? അപ്പോൾ മുഴുവൻ കാര്യങ്ങളും എന്തൊക്കെ പ്രതിഫലമുണ്ട് എന്നുള്ള സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്താ? സൽക്കർമ്മങ്ങൾ, നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ, ദുർമാർഗങ്ങൾ, ദുഷ്കർമ്മങ്ങൾ, അത് മുഴുവൻ പഠിപ്പിച്ചു തന്നിട്ട് റസൂലുള്ള ദൗത്യം പൂർത്തിയായിട്ടാണ് ഇവിടുന്ന് പോയത്, ഈ ലോകം വിട്ടുപോയത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അഹ യറാഹാ ഹസന, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ, ഒരു തുടങ്ങിയാൽ, എന്നിട്ട് യറാഹ ഹസന, ആ തുടങ്ങിയ ബിദ്അത്തിനെ അവൻ ഹസനത്തായിട്ട്, നന്മയായിട്ട് കണ്ടാൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല എന്നാണ്. ഗൗരവമുള്ള കാര്യമാണ്. എന്താണ്? ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം, ഒരു പുത്തനാചാരം തുടങ്ങി, എന്നിട്ട് റസൂലുള്ള കൽപ്പിക്കാത്ത, റസൂലുള്ള പഠിപ്പിക്കാത്ത, മുൻഗാമികളായ സഹാബത്തിനോ താബിഈങ്ങൾക്കോ മനസ്സിലാകാത്ത പുണ്യം, ഒരു നന്മ അതിന് നമ്മൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് അങ്ങനെ വാദിക്കാൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നവൻ ഈ ഇസ്ലാം എന്ന് പുറത്തല്ലേ, ഔട്ടല്ലേ, ഈ ബൗണ്ടറിന്ന് പുറത്തല്ലേ? അങ്ങനെ വാദിക്കുന്നതിന് തുല്യമാണ് റസൂലുള്ള നന്മയായി പഠിപ്പിക്കാത്ത ഒരു കാര്യം തുടങ്ങുകയും അതിന് നന്മ കൽപ്പിക്കുകയും ചെയ്താൽ എന്നാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, റസൂലുള്ള പുണ്യമാണെന്നൊരു പഠിപ്പിക്കാത്ത കാര്യം പിന്നെ നമ്മൾ അങ്ങനെ ചെയ്താൽ രണ്ട് ചാൻസ് അല്ലേ ഉള്ളൂ ഇതിന്. ഇപ്പൊ ഞാൻ പറയാ, എൻ്റെ കീശയിലുള്ള മുഴുവൻ പൈസയും ഞാൻ നിങ്ങൾക്ക് തന്നു, മുഴുവൻ പൈസയും ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കീശയിൽ നിന്ന് ഒരു 50 റിയാൽ കിട്ടിയാൽ ഒന്നുകിൽ ഞാനത് കാണാതെ പോയി എന്നാണ്, അല്ലേ? അല്ലെങ്കിൽ ഞാൻ കളവ് പറഞ്ഞു എന്നാണ്. ഇത് രണ്ടും റസൂലുള്ള പറയണ, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഹിജ്ജത്തുൽ വദായിൽ വെച്ച് ചോദിച്ചില്ലേ, അലാ ഹൽ ബല്ലഗ്തും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞില്ലേ, ബലാ യാ റസൂലുള്ളാ. എന്നിട്ട് 3 പ്രാവശ്യം കൈ ഉയർത്തി, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീയാണ് സാക്ഷി, അല്ലാഹുവേ നീയാണ് സാക്ഷി, അല്ലാഹുവേ നീയാണ് സാക്ഷി എന്ന് റസൂലുള്ള അല്ലാഹുവിനെ സാക്ഷിയാക്കി മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നു എന്ന് സഹാബത്തിനെയും സാക്ഷിയാക്കി പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു കാര്യത്തിന് പുണ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റസൂലുള്ള മറന്നുപോയി എന്ന് നമ്മൾ വിശ്വസിക്കണം, അത് പറയാൻ മറന്നുപോയി എന്ന് നമ്മൾ വിശ്വസിക്കണം. സുഹൃത്തുക്കളെ, റിസാലത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ ബാധ്യതയായ ആ റിസാലത്തില് റസൂലുള്ള മറന്നുപോയി എന്ന് വിശ്വസിച്ചാൽ എന്താ അതിന്റെ വിധി? നമ്മൾ ആലോചിക്കണ്ടേ? അതല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞത് കളവാണ് എന്ന് വാദിക്കണം. കളവ് പറഞ്ഞ് മുഴുവൻ കൂലി കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു എന്ന് റസൂലുള്ള പറഞ്ഞത് കളവാണ് എന്ന് നമ്മൾ പറയണം. അല്ലാതെ എങ്ങനെയാണ് റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു കാര്യത്തിന് നമ്മൾ പുണ്യം കൽപ്പിക്കുക? വലിയ ഗൗരവമുള്ള കാര്യമാ, ചെറിയ കാര്യമൊന്നല്ല. അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിലാണ് ഈ അപവാദ പ്രചരണം നടത്തുന്നതിന്
തുല്യമായ രീതിയിൽ ബിദ്അത്തുകളെ ദീനിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ സ്വഭാവങ്ങൾ അതിനനുസരിച്ച് അതിൻ്റെ ദറജകൾക്ക് മാറ്റം വരും. ഇപ്പം ഖബറുകൾ തവാഫ് ചെയ്യുന്ന ഇസ്ലാമിലില്ലാത്ത ബിദ്അത്താണ്. അതുപോലെ തന്നെ അവിടെ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കുക, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക, ഇങ്ങനത്തെ കുറേ ബിദ്അത്തുകളുണ്ട്. ആ ബിദ്അത്തുകൾ ശിർക്കാണ്, കുഫറാണ്. അത് അപ്പോൾ ഓരോ ബിദ്അത്തുകളും അതിൻ്റെ സ്വഭാവത്തിനും അതിൻ്റെ രീതിക്കും അനുസരിച്ച് അതിൻ്റെ ശിക്ഷയുടെ അളവും കൂടുമെന്നർത്ഥം. അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ പലയിടത്തും എന്താണ് ഖബറുകൾക്ക് തവാഫ് ചെയ്യുക. നമ്മളോട് തവാഫ് ചെയ്യാൻ പറഞ്ഞത് കാബയെ അല്ലേ? അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക. നമ്മൾ നേർച്ച അർപ്പിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമാണ് അല്ലേ? അതുപോലെ തന്നെ അവരോട് പ്രാർത്ഥിക്കുക ബിദ്അത്താണ്. ആ ബിദ്അത്തുകൾ എന്തും കൂടിയാണ്? ശിർക്കുമാണ്, കുഫറുമാണ്. എന്നാൽ ശിർക്കിലേക്ക് വഴി നടത്തുന്ന വസീലത്തുനില ശിർക്കാവുന്ന ചില സംഗതികളുണ്ട്. ഖബറുകൾ കെട്ടിപ്പൊക്കുക റസൂലുള്ള പഠിപ്പിക്കാത്തതാണ്. കെട്ടിപ്പൊക്കിയ മുഴുവൻ ഖബറുകളും തകർത്ത് തരിപ്പണമാക്കി വരാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ച റസൂലാണിത്. ആ റസൂലുള്ളാന്റെ ഉമ്മത്ത് പിന്നീട് ഖബറുകൾ കെട്ടിപ്പൊക്കുകയാണ്, മക്കാമുകൾ, ജാറങ്ങൾ ഉണ്ടാക്കാണ്. ആ ഉണ്ടാക്കുന്നത് ശിർക്കാവില്ല. പക്ഷേ അതിലേക്ക് ആളുകൾ അവിടെ പോയി ആ ഖബറുകളെ പോയി പ്രാർത്ഥിക്കാനും അവിടെ നേർച്ചകൾ വഴിപാടുകൾ അർപ്പിക്കാനും കാരണമാകുമെന്നുള്ളതുകൊണ്ട് അതെന്താണ്? ശിർക്കിലേക്കുള്ള വസീലയാകും എന്നാണ്. അതിന് അതിൻ്റെതായ തരത്തിലുള്ള ഗൗരവമുണ്ട്. പല രീതിയിലാണ് ബിദ്അത്തുകൾ. വേറെ ചിലത് നമുക്കറിയാം, ഇസ്രായിന്റെ നോമ്പ്, മിഅ്റാജിന്റെ നോമ്പ്, നബിയുടെ ജന്മദിനാഘോഷം, ഇങ്ങനെ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന, ഇതൊക്കെ എന്നാണ്. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് ബിദ്അത്തുൻ ഹസന, ചില ബിദ്അത്തുകൾ ഹസനത്തുണ്ട്, ബിദ്അത്തുൻ സയ്യിഅ, ബിദ്അത്തുൻ ഹസന കുഴപ്പമില്ല എന്നല്ല. അവിടെയൊക്കെ നമുക്ക് പറയാല്ലാതെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചാണ് വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നർ. ദീനിൽ പുതുതായ മുഴുവൻ കാര്യങ്ങളും അത് ബിദ്അത്ത് തന്നെയാണ്. അത്തരം വഴികേടുകൾ, ആ ബിദ്അത്തുകൾ മുഴുവൻ വഴികേടുകളാണ്. ആ വഴികേടുകൾ മുഴുവൻ നമ്മെ നയിക്കുക നരകത്തിലേക്കായിരിക്കുമെന്ന് ചിലർ ഉദാഹരണം പറയാറുണ്ട്. തറാവീഹ് പിന്നീട് തുടങ്ങിയില്ലേ, അത് പുതിയൊരാചാരമല്ല, അള്ളാന്റെ റസൂല് മുമ്പേ നിർവഹിച്ചതാണ്. അത് റസൂലുള്ള ഭയപ്പെട്ടതായിരുന്നു. എൻ്റെ ഉമ്മത്തിന് അതിലേക്ക് ആളുകൾ കൂടി വരുന്നത് കണ്ടപ്പോൾ അതെങ്ങാനും എൻ്റെ ഉമ്മത്തിന് നിർബന്ധമാക്കുമോ എന്ന പേടിയിൽ റസൂലുള്ള ആ ഒരു ജമാഅത്തായിട്ട് തറാവീഹ് നമസ്കരിക്കുന്നത് നിർത്തിയതായിരുന്നു. ആ ദീന് പൂർത്തിയായി എന്ന് റസൂലുള്ള പറഞ്ഞു. പിന്നെ റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം പിന്നീട് അത് പുനരാരംഭിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഖുർആന്റെ ക്രോഡീകരണം ചിലർ പറയാറുണ്ട്. ഖുർആൻ അതിൻ്റെ മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലുകളിലും തോലുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് ക്രോഡീകരിച്ചതാ. അതിനൊരു വേറെ ഇസ്ലാമിലൊരു പുതിയ ആചാരം തുടങ്ങുന്നതിന് സമമല്ലാതെ. അതുകൊണ്ട് കുല്ലു ബിദ്അത്തിൻ ളലാല, ദീനില് പുതുതായി എന്തുണ്ടാക്കിയാലും അത് ലലാലത്താണ് എന്നുള്ള ആ ഒരു സംഗതി. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ച ഹദീസ് അല്ലേ? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, ഈ മാർഗത്തിൽ ആരെങ്കിലും പുതിയതായി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു, അത് ഇസ്ലാമിൽ പെട്ടതല്ല, നബിയുടെ ചര്യയിൽ പെട്ടതല്ല, ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഈ ബിദ്അത്തുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താ? ബിദ്അത്തുകൾ പല രൂപങ്ങളിലൂടെ ഉണ്ടാകാൻ അള്ളാന്റെ റസൂല് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഒരു വര വരച്ചു, എന്നിട്ട് അതിൻ്റെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും മറ്റു പല വരകളും വരച്ചു. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഹദാ ഇന്ന ഹാദാ സബീലി, ഇതാണ് തീർച്ചയായിട്ടും എൻ്റെ മാർഗം. ആ നേരെ വരച്ചത്. മറ്റുള്ള സുബിലുകൾ, മറ്റുള്ള വഴികളൊക്കെ എന്താണ്? അതിലൊക്കെ ശൈത്താൻ കാവല് നിൽക്കുന്നുണ്ട്, നിങ്ങളെ മറ്റു വഴികളിലേക്ക് കൊണ്ടുപോകുവാൻ എന്നാണ്. അത് നിങ്ങളെ നേരായ മാർഗത്തിൽ നിന്ന് വഴിപിഴപ്പിക്കുവാൻ ശൈത്താൻ നിലയുറപ്പിക്കുന്നുണ്ട് മറ്റുള്ള വഴികളിൽ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ സിറാത്തുൻ മുസ്തഖീം മുറുകെ പിടിക്കുക. റസൂലുള്ള പഠിപ്പിച്ചത് മാത്രം ജീവിതത്തിൽ പകർത്തുക. റസൂലുള്ള നിരോധിച്ചതിനെ മുഴുവൻ നമ്മൾ ജീവിതത്തിൽ നിന്ന് വർജിക്കുക എന്നുള്ളത് തന്നെയാണ്. അള്ളാന്റെ റസൂല് പറയുകയാണ്, അറിവില്ലായ്മ ബിദ്അത്തുകൾ ഉണ്ടാകാൻ ഒരു പ്രധാന കാരണമാണ്.
അള്ളാന്റെ റസൂൽ പറയാണ് ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനന്നാസ്. പിന്നെ അള്ളാഹു അറിവിനെ പെട്ടെന്ന് ഒരു എടുക്കൂല എന്നാണ്. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബലിൽ ഉലമായി. ഉലമാക്കളെ പിടിച്ചുകൊണ്ടാണ്, ഉലമാക്കളെ മരിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ദുനിയാവിൽ നിന്ന് പോയി തീർന്നിട്ടാണ് ഈ ഇൽമിനെ അള്ളാഹു പിടിക്കുക. ഹത്താ ഇദാ ലം യത്റുക ആലിമൻ, ഒരു ആലിമ് പോലും ലോകത്തില്ലാത്ത വിധം അവശേഷിക്കുന്ന സമയത്ത് ജനങ്ങൾ എന്ത് ചെയ്യും? ഇത്തഖദന്നാസു റുഅസാഅ ജുഹാലൻ, അവരുടെ വിഡ്ഢികളായ തലവന്മാരെ ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ്. എന്നിട്ട് ഫസുഇലു, അവർ ചോദിക്കപ്പെടും, ഫഅഫ്തൗ, അവരെ ഫത്വകൾ നൽകും, ബിഗൈരി ഇൽമിൻ, വിവരമില്ലാതെ ഫത്വകൾ നൽകും. ഫളല്ലു, അവർ വഴിപിഴച്ചവരാണ്. വഅളല്ലു, അവർ വഴിപിഴപ്പിക്കുന്നവരുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില പണ്ഡിതന്മാരെ ആ രീതിയിൽ മുഴുവനായിട്ടും വിശ്വസിച്ചുകൊണ്ട് അവരോട് ഫത്വകൾ ചോദിച്ചാൽ ചിലപ്പോൾ പല ഫത്വകളും തെറ്റായി പറഞ്ഞു തന്നാൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്. ഫളല്ലു വഅളല്ലു, അവർ വഴിപിഴച്ചവരാണ്, വഴിപിഴപ്പിക്കുന്നവരുമാണ് എന്നാണ്. അള്ളാന്റെ ആ ഒരു വിഷയം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു വിഷയമാണെങ്കിലും അതിൻ്റെ അസ്ല് നമ്മൾ പരിശോധിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മളൊക്കെ പലരും, നമ്മളൊരു വീട് എടുക്കാൻ എത്ര ആളുകളോട് അന്വേഷിക്കും അല്ലേ? അതിൻ്റെ ഫർണിച്ചറുകളെ കുറിച്ച് ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ എത്ര ആളുകളോട് അന്വേഷിക്കും? എത്ര നമ്മൾ ഗൂഗിളിൽ അതിനെക്കുറിച്ച് ടൈപ്പ് ചെയ്ത് നോക്കും? ദീനിൻ്റെ വിഷയത്തിൽ നമുക്ക് അങ്ങനെ ഒരു മാർഗം നമ്മൾ കൃത്യമായിട്ട് അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചതാണോ അല്ലേ എന്ന് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അവസാനം ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ചില വിഷയങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഞങ്ങളെ ഉപ്പപ്പന്മാരെ കാലത്തെ നിർവഹിച്ചു പോന്നതാണ്. അവരൊക്കെ നരകത്തിലാണ്, നമ്മളും നരകത്തിലേക്ക്. അങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ ആളുകൾ ദീനിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് അല്ലേ? അള്ളാന്റെ റസൂല് അല്ലാഹു തആല പറയാണ്, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, നിങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചതിനെ പിൻപറ്റൂ എന്ന് ആളുകളോട് പറഞ്ഞാൽ, ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഅഹും ലാ യഅഖിലൂന ഷൈഅ വലാ യഹ്തദൂൻ. അള്ളാഹു ഇറക്കിയതിനെ നിങ്ങൾ പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ അവർ പറയും, ഞങ്ങളുടെ ബാപ്പ ഉപ്പാപ്പമാരൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാമഹാന്മാർ ചെയ്തത് കാര്യങ്ങൾ അതാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. എന്നാൽ അവരെന്താണ്? അവർ ലാ യഅഖിലൂൻ, ഈ ആളുകൾ അവര് ചിന്തിക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. വലാ യഹ്തദൂൻ, അവര് ആണെങ്കിൽ നേർമാർഗത്തിലുമായിരുന്നില്ല. അങ്ങനത്തെ പിതാമഹന്മാരെ പിൻപറ്റുന്ന ഇത് തന്നെയാണ് നമ്മളെ നാട്ടിലുള്ള അവസ്ഥ. ഏതൊരു വിഷയം പറഞ്ഞാലും നിങ്ങളൊക്കെ പുത്തൻവാദികളാണെന്നാ പറയാം. നമ്മൾ മൗലൂദിൻ്റെ നബിദിനത്തിൻ്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന പുത്തനാചാരങ്ങളുടെ വിഷയത്തിൽ ജനങ്ങളെ ഉപദേശിക്കാൻ ചെന്ന് നോക്കി. അപ്പം നമ്മളാവും പുത്തൻവാദികൾ. നമ്മളെക്കുറിച്ച് പറയൽ തന്നെ മുബ്തദീങ്ങൾ എന്നാണ്, പുത്തൻവാദികൾ എന്നാണ്. യഥാർത്ഥത്തിൽ പുത്തൻവാദം ആരെടുത്തുള്ളത്? റസൂലുള്ളാഹിക്കോ സഹാബത്തിനോ താബിഈങ്ങൾക്കോ തബഉ താബിഈങ്ങൾക്കോ പരിചയമില്ലാത്ത മുഴുവൻ കാര്യങ്ങളും സാധാരണ പറയാറുണ്ട്. ഉടുക്കാനും തിന്നാനും ഉറങ്ങാനും ഉടുക്കാനും വിരിക്കാനും പുതക്കാനും മുഴുവൻ ബിദ്അത്ത. പേര് പുത്തൻവാദികൾ നമുക്ക് പോകും. കൃത്യമായി ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഉത്ബോധിപ്പിച്ചാൽ പറയുന്ന വിഷയത ഞങ്ങൾക്കൊക്കെ പരിചയം, ഞങ്ങളെ വാപ്പാരും പുലർത്തി പോകുന്നത് തന്നെയാണ്. അവരൊക്കെ നരകത്തേക്കാണ് നമ്മളും പോയിക്കോട്ടെ എന്ന്. അത്തര ലാഘവത്തോടെ കാണേണ്ട സംഗതിയല്ല നരകവും സ്വർഗവും. ആ വിഷയത്തിൽ കുറച്ച് സെൽഫിഷ് ആവണം നമ്മൾ. ഇനി ആരും സ്വർഗത്തിലേക്കില്ലെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകണമെന്ന് അത് ചിന്തിക്കണേ. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോവാൻ, എല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പ്രയത്നിക്കണം. ഇനി ആരും ആ വഴിക്ക് വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിലോ നമ്മൾ ഓലപ്പം പോവാ വേണ്ടേ? അതല്ലല്ലോ, നമുക്ക് സ്വർഗത്തിൽ പോകണം.
അതിന് വേണ്ടത് നമ്മൾ ചെയ്യണം. അവിടെ നമ്മൾ ചിന്തിക്കണം, അവിടെ നമ്മൾ പഠിക്കണം. അപ്പോഴേ നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ്. മദ്ഹബുകളെ പിൻപറ്റുന്നതിലൂടെ, സൂഫി വര്യന്മാരെ പിൻപറ്റുന്നതിലൂടെയൊക്കെയാണ് ഈ ബിദ്അത്തുകൾ കടന്നു വരാറുള്ളത്. നോക്കിയാണ് പിന്നെ ഈ കുഫാരിങ്ങളെ അനുകരിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും നമ്മളിലേക്ക് ബിദ്അത്ത് അങ്ങനെ കടന്നു വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? സാധാരണ കുഫാരിങ്ങൾക്ക് ഒരു ദാത്തു അൻവാത്ത്, എന്താണ്, ബർക്കത്തിന് വേണ്ടി അതിൻ്റെ മുന്നിൽ അതിൻ്റെ അടുത്ത് ഇത്തികാഫിരിക്കുകയും അതിന്മേലെ ആയുധങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബർക്കത്തുണ്ടാവും, അതല്ലെങ്കിൽ ആ യുദ്ധത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വിശ്വാസത്തോടെ ഒരു മരത്തെ അവർ കണ്ടിരുന്നു. അങ്ങനെ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഇജ്അൽ ലനാ ദാത അൻവാത്ത്, റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾക്കും അവർക്കുള്ളതുപോലെ ഒരു ദാത്ത അൻവാത്തിനെ നിങ്ങൾ നിശ്ചയിച്ചു തരും. ഒരു മരത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ മരത്തെ ഞങ്ങൾക്ക് അതുപോലെ നിശ്ചയിച്ചു തരുമോ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇരുന്ന് ഞങ്ങൾക്ക് വാളുകളൊക്കെ തൂക്കിയിട്ട് ആ രീതിയിൽ ഒരു മഹത്വം കൽപ്പിക്കാൻ ഒരു ദാത്ത അൻവാത്ത് ഞങ്ങൾക്കും നിങ്ങൾ നിശ്ചയിച്ചു തരൂ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? നിങ്ങൾ സൂക്ഷിക്കണം, ഇതെന്താണ്? ഇത് മൂസാ നബിയുടെ ഖൗമ് മൂസാ നബിയോട് ചോദിച്ചതുപോലുള്ള ഒരു ചോദ്യമായിട്ട് എനിക്കിതിനെ കാണാൻ കഴിയുള്ളൂ. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. മൂസാ നബിയുടെ സമുദായം ചോദിച്ചില്ലേ, അവർക്ക് മറ്റൊരു ഇലാഹ് ഉള്ളതുപോലെ, ഒരു ആരാധ്യൻ ഉള്ളതുപോലെ മറ്റൊരു ഇലാഹിനെ ഞങ്ങൾക്കും നൽകൂ എന്ന് മൂസാ നബിയോട് പറഞ്ഞതിന് തുല്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്ന്. അത് മറ്റുള്ളവരെ തശ്ബീഹ് ചെയ്യുന്നതിലൂടെ, അനുകരിക്കുന്നതിലൂടെ നമുക്ക് ബിദ്അത്തുകൾ വരുമെന്ന്. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാന ഹത്താ ലൗ സലകു ജുഹ്റ ലുബ്ബിൻ ഫദഖൽതുമു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മുൻകഴിഞ്ഞ സമുദായക്കാരെ നിങ്ങൾ ചാണിന് ചാണായിട്ടും മുഴത്തിന് മുഴമായിട്ടും നിങ്ങൾ പിന്തുടരുന്ന, ഏറെ ശ്രമകരമാണ് ഉടുമ്പിന്റെ മാളത്തിൽ കയറുന്നത്. അവർ പോയി ഉടുമ്പിന്റെ മാളത്തിൽ പോയി കയറിയാൽ അവിടെ വരെ ചെന്ന് കയറാൻ നമ്മൾ ശ്രമിക്കുമെന്ന ഈ സമുദായത്തിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന്റെ ആളുകൾ. ബിദ്അത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അള്ളാഹു പറയുകയാണ്, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്താണ് ബിൽ അഖ്സരീന അഅമാല, ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച്. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. അവരെന്താണ്, ഈ ദുനിയാവിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. വഹും യഹ്സബൂൻ, എന്താണ് അവർ ചിന്തിക്കുന്നത്? അന്നഹും യുഹ്സിനൂന സുൻഅ, അവർ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളും ഒരുപാട് നന്മകൾ നൽകുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന കാര്യങ്ങളാണ് എന്നാണ് അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം, അവർ ചെയ്തെന്താണ്? പിന്നെ അള്ളാന്റെ റസൂലിന്റെ മാതൃകയില്ലാത്ത കാര്യങ്ങളാണ്. ഉലൈകല്ലദീന കഫറൂ, അവർ തന്നെയാണ് മതത്തെ നിഷേധിച്ച ബിആയാതി റബ്ബിഹിം, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിച്ചവർ. വലിഖാഇഹി, അവനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചവർ. ഫഹബിതത് അഅമാലുഹും, അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അത് നിഷ്ഫലമായി പോകും. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും അവർക്ക് നന്മയായി, അവർക്ക് കൂടെ കൊണ്ട് നന്മയുടെ കാര്യത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കുകയില്ല എന്നാണ്. ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതെന്താ? നമ്മൾ സാധാരണ പറയാനുണ്ട്, ബിദ്അത്ത് ചെയ്യുമ്പോൾ തൗബക്ക് പോലും അവസരം കിട്ടൂലെന്ന്. അതല്ലാത്ത ഹറാമാണെന്ന് കളവ് നടത്തുന്നവർ, വ്യഭിചാരം നടത്തുന്നവർ, ഇത്തരം ആളുകൾക്കൊക്കെ പലപ്പോഴും അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുക. അവർക്ക് തൗബക്കുള്ള അവസരമുണ്ട്. എന്നാൽ ഈ ചെയ്യുന്നതോ, ബിദ്അത്ത് ചെയ്യുന്നതോ, ദീനിൽ പുണ്യമുണ്ട്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ് എന്നുള്ള ആൾക്കാ. അപ്പോൾ അവനെങ്ങനെ തൗബ ചെയ്യുക? ചെയ്ത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലല്ലേ തൗബ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായി നമ്മൾ ഗൗരവത്തോടെ കാണണമെന്ന്. അതുപോലെ തന്നെ എന്താണ്
തൗബ തടയപ്പെടുമെന്ന ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന്. റസൂലുള്ളാഹി പറയാണ്, ഇന്നല്ലാഹ ഹജബ തൗബതു അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഉ ബിദ്അതഹു. ബിദ്അത്തിന്റെ ആളുകളുടെ തൗബ അല്ലാഹു തടഞ്ഞു വെക്കും, അവൻ ബിദ്അത്തിൽ നിന്ന് മാറുന്നത് വരെ. ബിദ്അത്തിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ അവന്റെ തൗബ പടച്ചോൻ സ്വീകരിക്കൂലാണ്. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ ആളുകൾ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഫമൻ അഹ്ദസ ഫീഹ ഹദസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായിക വന്നാസി അജ്മഈൻ ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദ്ലുൻ എന്നാണ്. ആരെങ്കിലും ഈ കാര്യത്തിൽ, ദീനിന്റെ വിഷയത്തിൽ ഒരു പുത്തൻ കാര്യമുണ്ടാക്കിയാൽ എന്താണ്, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാവും, വൽ മലായികത്തി, അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ടാവും, വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളുടെ ശാപവും അവന്റെ ആ ബിദ്അത്തുണ്ടാക്കിയവന്റെ മേൽ ഉണ്ടാകും എന്നാണ്. ലാ യുഖ്ബലു മിൻഹു സർഫുൻ, അവന്റെ സർഫ് എന്ന തൗബ, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല, വല അദ്ലുൻ, അവന്റെ ഫിദിയ അതും അല്ലാഹു സ്വീകരിക്കൂല എന്നുള്ളതാണ്. അപ്പോ ബിദ്അത്തിന്റെ പ്രശ്നങ്ങളാണത്. ഒന്നെന്താ നമ്മൾ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒന്നും പരലോകത്തേക്ക് അവന്റെ സ്വർഗപ്രവേശനത്തിന് ഒന്നും ഉണ്ടാവില്ല, അവന്റെ അധ്വാനം മുഴുവൻ നിഷ്ഫലമാകും. രണ്ടാമത്തത് തൗബ തടയപ്പെടും. 3 അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ശാപം അവനുണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ പിന്നെ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അയ്യുമ ദാഇൻ ദഅ ഇലാ ളലാലത്തിൻ ഫത്തബിഉ ഫഇന്ന ലഹു മിസ്ല ഔസാരിൻ മനിത്തബഅ ഫലാ യൻഖുസ് മിൻ ഔസാരിഹിം ശൈഅൻ വഅയ്യുമ ദാഇൻ ദഅ ഇലാ ഹുദൻ ഫത്തബിഉ ഫഇന്നഹു ലഹു മിസ്ല ഉജൂരി മനിത്തബഅഹു ഫലാ യൻഖുസ് മിൻ ഉജൂരിഹിം ശൈഅ. ആരെങ്കിലും ഒരാളെ ളലാലത്തിലേക്ക് ക്ഷണിച്ചാൽ, അങ്ങനെ ആ ക്ഷണിച്ചതിനെ ആരെങ്കിലും പിൻപറ്റിയാൽ എന്താണ്, ആ പിൻപറ്റുന്ന ആള് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ശിക്ഷ അവന് ചെയ്ത ആൾക്ക് ഒരു തരി പോലും കുറയാതെ അതിലേക്ക് ക്ഷണിച്ച ആളുകൾക്കും കിട്ടുമെന്ന്. അതുകൊണ്ട് ബിദ്അത്തിലേക്ക് ആളുകളെ ക്ഷണിക്കരുത്. ബിദ്അത്തുകൾക്കെതിരെ ജാഗ്രത പുലർത്താൻ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന്. ഇനി അതുപോലെ തന്നെ ആരെങ്കിലും ഒരാള് ഹിദായത്തിലേക്ക്, നന്മയിലേക്ക്, സൽക്കർമ്മങ്ങളിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ ആ സൽക്കർമ്മം ചെയ്യുന്ന ആളുടെ പ്രതിഫലം ഒരല്പം പോലും കുറയാതെ ആ ക്ഷണിച്ച ആളുകൾക്കും കിട്ടും. അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ പഠിച്ചതും കൊണ്ട് നമ്മൾ കൂടുകയല്ല. അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ ഏൽപ്പിച്ചു പോയ ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കിയത്, പഠിച്ചത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതിനുള്ള സംരംഭമാണ് നമ്മുടെ ഇസ്ലാഹി സെന്ററുകൾ, നമ്മുടെ ക്ലാസുകൾ, നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾ. ഇതിലൊക്കെ നമുക്ക് കഴിയുന്ന രീതിയിൽ പങ്കാളികളാവാൻ നമുക്ക് കഴിയണം. പിന്നെ പ്രവർത്തിക്കാൻ ഒഴിവും സമയവും ഉള്ളവർ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ സാമ്പത്തികമായി ഇതിനെ സഹായിക്കാൻ കഴിയുന്നവർ ആ രീതിയിൽ ഇതിനെ സഹായിക്കാൻ സാധിക്കണം. ഇതിനൊന്നും കഴിയാത്തവരാണോ ഈ നമ്മുടെ ദഅവത്തുകൾ, നമ്മൾ ആരിലേക്കാണോ ദഅവത്ത് നടത്തുന്നത് അവർക്ക് അതിൻ്റെ പ്രതിഫലനമുണ്ടാകുവാൻ, അവർക്ക് ഹിദായത്ത് ലഭിക്കുവാനും, ഈ ചെയ്യുന്ന ആളുകളുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടാനും പ്രാർത്ഥനകളുമായിട്ട് നമ്മുടെ ദഅവത്തുകൾ തടസ്സമില്ലാതെ നമ്മുടെ നാട്ടിലും ഈ നാട്ടിലുമൊക്കെ മുന്നോട്ടു പോകുവാനുമൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ സദാസമയം ആ രീതിയിലും നമുക്ക് സഹായിക്കാൻ കഴിയും. ആ രീതിയിലൊക്കെ നമ്മൾ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെ അബൂ മൂസൽ അശ്അരിയുടെയും അബ്ദുല്ലാഹിബ്നു മസ്ഊദിൻ്റെയും ഒരു സംഭവം നമ്മളൊക്കെ കേട്ടതായിരിക്കും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മരണത്തിന് ശേഷം അബൂ മൂസൽ അശ്അരി എന്താണ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ കാണാൻ വരികയാണ്. പള്ളിയിൽ ഒരു സംഗതി കണ്ടിട്ട്, ഒരു സംഭവം കണ്ടിട്ട്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് അവിടേക്ക് ചെന്നപ്പോൾ എന്താണ്, കുറെ ആളുകൾ ഇങ്ങനെ ഓരോ വട്ടങ്ങളായിട്ട്, ഓരോ ഹൽക്കകളായിട്ട് ഇരിക്കുകയാണ് പള്ളിയിൽ. എന്നിട്ട് അതിലൊരാളിങ്ങനെ ചെറിയ കല്ലുകൾ കയ്യിലുണ്ട്. എന്താണ്, സബ്ബിഹൂ മിഅ, ഹമ്മിദൂ മിഅ, ഹല്ലിലൂ മിഅ. ഇങ്ങനെ ഒരാൾ പറയാണ്, എന്താണ്, നിങ്ങൾ 100 വട്ടം തസ്ബീഹ് ചെല്ലു, അൽഹംദുലില്ലാ ചെല്ലു, 100 വട്ടം
സുബ്ഹാനല്ല ചൊല്ലൂ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലൂ എന്നുള്ള രീതിയിൽ ഒരു പുതിയ സംഗതി, ഒരു ഹൽക്ക ഉണ്ടാക്കി കല്ലുകൾ കയ്യിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാൾ പറയാ, മറ്റുള്ളവർ ആ രീതിയിൽ ഇയാളോട് കൂടെ ചൊല്ലുക. എന്താണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല, അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിപ്പോയിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹം പ്രബോധനം ചെയ്ത, അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന ദീനിൽ പുതിയതായി നിങ്ങൾ കടത്തിക്കൂട്ടുകയാണോ, നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സഹോദരങ്ങളോട് അവർ പറഞ്ഞത്. എന്താണ്? ഞങ്ങൾ ഇതിൽ നന്മയല്ലാതെ കാണുന്നില്ല. സുബ്ഹാനല്ലാ എന്ന് ചൊല്ലൽ നന്മയല്ലേ? അൽഹംദുലില്ലാ എന്ന് ചൊല്ലൽ നന്മയല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലൽ നന്മയല്ലേ? അങ്ങനെ ചോദിച്ച ഒന്നും നന്മയല്ലാത്തതില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറയാത്ത ഒരു പ്രത്യേക സാഹചര്യ, പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക രീതി അവരുണ്ടാക്കുകയാണ്. ആ രീതിക്ക് അതാണ് ബിദ്അത്ത്. റസൂലുള്ള പ്രത്യേകത കൽപ്പിക്കാത്ത സമയം, പ്രത്യേകത കൽപ്പിക്കാത്ത രൂപം, ഇതൊക്കെ അള്ളാന്റെ റസൂല് നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മയൊക്കെ ബിദ്അത്തിനെതിരിൽ പടപൊരുതുവാൻ, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ, അതിൻ്റെ വഴികാട്ടികളാവാൻ, മുത്തഖീങ്ങളായ ആളുകളുടെ ഇമാമുകളാവാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഒരു സാഹചര്യത്തിലും ഇത്തരം ദുർമാർഗങ്ങൾ, നരകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദുരാചാരങ്ങളുടെ ആളുകളാവാൻ, അത്തരം ആളുകളോട് സന്ധിയാവാൻ നമുക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു വിധി നമുക്ക് നൽകാതിരിക്കട്ടെ. നമ്മുടെ ആയുസ് മുഴുവൻ ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ മുന്നേറാനും ഇതിനു വേണ്ടി പ്രവർത്തിക്കുവാനും ഇതിൻ്റെ ആളുകളായി തന്നെ ഈമാനോടുകൂടി മരിച്ചു പോകുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു തരട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എളുപ്പം നൽകട്ടെ. ഒരു പ്രത്യേക വസിയത്ത് നമ്മുടെ പഴയ യൂത്ത് വിങ്ങിൻ്റെ ട്രഷറർ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ മകന് ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം സുബ്ഹാൻ സലാഹി സൂചിപ്പിച്ചിരുന്നു, ഇപ്പോഴും അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ അവൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുവാനും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനം ലഭിക്കുവാനുമൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ സദാസമയം നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ അദ്ദേഹത്തെ കൂടി ആ കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമാ ബഅദ്. ഏറെ ആദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആദർശ ബന്ധുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ വളരെ നല്ലൊരു ക്ലാസ് കേട്ടു. പുത്തൻ ആചാരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ ലളിതവും മനോഹരവുമായി നമുക്ക് ക്ലാസ് എടുത്തു തന്ന ഹബീബ് റഹ്മാന് അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ് വളരെ സശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടിരുന്ന എൻ്റെ സഹോദരന്മാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുകയും ഈ കേട്ടതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന വസിയത്തോടു കൂടി നിങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസറിന് ശേഷമുള്ള ഖുർആൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ദഅവാ സെന്ററിൽ വെച്ചിട്ടായിരിക്കും. എല്ലാവരും എത്തിച്ചേരുക ഇൻഷാ അല്ലാഹ്.